നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. വളരെ സവിശേഷതയുള്ള രണ്ട് വ്യക്തിത്വങ്ങളാണ് ഇന്ന് JB ജംഗ്ഷനിൽ അതിഥികളായി വരുന്നത്. രാജ്യാന്തര നിലവാരത്തിൽ കേരളത്തെ പ്രതിഷ്ഠിച്ച കൊച്ചിൻ ബിനാലയുടെ മുഖ്യ സംഘാടകരാണ് നമ്മുടെ അതിഥികൾ. ചിത്രകാരനും ശില്പിയുമായിട്ടുള്ള റിയാസ് കോമു, അതുപോലെ തന്നെ പ്രശസ്ത ചിത്രകാരൻ ബോസ് കൃഷ്ണമാചാരി. റിയാസിനെയും ബോസിനെയും നമുക്ക് JB ജംഗ്ഷനിലേക്ക് സ്വാഗതം ചെയ്യാം. ബോസ്, റിയാസ്, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. ഒരുപാട് കാലമായിട്ട് നിങ്ങൾ രണ്ടുപേരെ ഇവിടെ ഇരുത്തണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നതാണ്. സമയവും കാലവും ഒത്തുവന്നില്ല. ഒരുപക്ഷെ കേരളം നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. കേരളത്തെ ഒരു രാജ്യാന്തര നിലവാരത്തിലുള്ള ഒരു ഡെസ്റ്റിനേഷനാക്കി മാറ്റാൻ കഴിഞ്ഞത് നിങ്ങളുടെ രണ്ടുപേരുടെയും പ്രവർത്തനം കൊണ്ടാണ്. പക്ഷെ അതിൻ്റെ അഹങ്കാരമൊന്നും ബോസിൻ്റെ മുഖത്ത് കാണുന്നില്ലല്ലോ. കേൾക്കാൻ സുഖമുള്ള കാര്യമല്ല. അഹങ്കരിക്കണോ? ചിലപ്പോൾ അഹങ്കാരമൊക്കെ മനുഷ്യ സഹജമായിട്ടുള്ള വികാരമല്ല, അതൊക്കെ വേണ്ടാന്ന് വെക്കേണ്ട കാര്യം എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ് കേൾക്കുമ്പോൾ. അത് കൊച്ചി മുസിരിസ് ബിനാലെ കൊണ്ടാണെന്ന് നമുക്കറിയാം. അല്ല, സ്വന്തം നിലയ്ക്ക് ഒരുപക്ഷെ നിങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള രണ്ടാൾക്കാരാണ് നിങ്ങൾ. അത് നിങ്ങളുടെ മേഖലയിൽ പെയിൻറ്റിങ്ങിൻ്റെയും സ്കൾപ്ചറിൻ്റെ രംഗത്തൊക്കെ രണ്ടുപേർക്കും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, അല്ലെങ്കിൽ ഒരുപക്ഷെ മുതൽക്കൂട്ടായിട്ടുണ്ട്. പക്ഷെ മലയാളി കാണുന്നത് അതിനപ്പുറം നിങ്ങളുടെ സംഘാടക പാഠമാണ്. ആ ഒരു സംഘാടന പാഠകമാണ് ഒരുപക്ഷെ നിങ്ങളിപ്പം എൻ്റെ മുമ്പിൽ ഇരുത്തിയിരിക്കുന്നത്. റിയാസ്, ബോസ് അല്പം ഒരു നാണം കുണിക്കുകയാണ്. എന്താ കാരണം വെച്ചാൽ ബോസ് ചെറുപ്പത്തിലൊക്കെ ഈ ഡാൻസൊക്കെ കളിച്ച് ശീലിച്ചതുകൊണ്ട് ജീവിതം ആഘോഷിക്കുന്നു. അതും ജനങ്ങളെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതായത് നമ്മളുടെ സുഹൃത്തുക്കൾ കൊണ്ടാണ് ഞാൻ എൻ്റെ ജീവിതം ആഘോഷിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൽ എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് കൊണ്ടാണ് ഞാൻ ജീവിതം ആഘോഷിക്കുന്നത്. തിരിച്ചറിവുകളാണ് എവിടെയാണ് നമ്മൾ വളർന്നു വലുതായത്. എന്നെ സംബന്ധിച്ചിടത്തോളം മുംബൈ എനിക്ക് തന്നിട്ടുള്ളത് വളരെ വിശാലമായിട്ടുള്ള അറിവാണ്. എല്ലാ തരത്തിലും ഒരു ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ഒരാൾ മുംബൈയിൽ പോയിട്ട് മുംബൈ കലാലോകം മാത്രമല്ല എല്ലാ തരത്തിലുള്ള ക്രിയേറ്റീവ് ഇൻഡസ്ട്രിയിലും നമ്മളുടെ ജീവിതം ഒരു പക്ഷേ നിങ്ങളുടെയൊക്കെ ഒരു സക്സസിൻ്റെ ഒരു നിദാനം എന്ന് പറയുന്നത് കേരളം നൽകിയിട്ടുള്ള ഒരു ചവിട്ടുപടി ഉണ്ടാവും. ഒരു പക്ഷേ കേരളത്തിൽ നിന്ന് നിങ്ങൾ സാംശീകരിച്ചുള്ള ഊർജ്ജമുണ്ടാവും. അത് പലപ്പോഴും അത് കേരളത്തിൽ വിനിയോഗിക്കാൻ പറ്റണമെന്നില്ല, അത് വേറെ സ്ഥലത്തായിരിക്കും പലപ്പോഴും നമ്മളത് വിനിയോഗിക്കുക. ഒരു പക്ഷേ കേരളം വിടേണ്ട സമയത്ത് നിങ്ങൾ രണ്ടുപേരും കേരളം വിട്ടു എന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സക്സസിൻ്റെ നിദാനമായിട്ട് കാണിക്കുന്നത്. ബോസ് തോന്നുന്നുണ്ടോ ഒരുപക്ഷെ ബോസ് ഇവിടെ ഈ പറഞ്ഞ അങ്കമാലിക്കടുത്തുള്ള ഗ്രാമത്തിൽ ജനിച്ച് അത്യാവശ്യം കലാജീവിതമായിട്ട് ഇവിടെ തട്ടിമുട്ടി കഴിഞ്ഞിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ മുമ്പിൽ ഇതുപോലെ മുംബൈയുടെ കലാലോകത്തെക്കുറിച്ചും ലോകത്തിൻ്റെ ആർട്ട് സർക്യൂട്ടിനെ കുറിച്ചും ഒക്കെ സംസാരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു തരത്തിലേക്ക് വരുമായിരുന്നു എന്ന്? എല്ലാം ഒരു നിമിത്തമാണ്. ബോസിന്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, യഥാർത്ഥത്തിൽ തങ്ങളുടെ അടുത്ത സുഹൃത്താണ്, പേര് വെളിപ്പെടുത്തരുതെന്ന് പറഞ്ഞു. ബോസിനെ കണ്ടാൽ തന്നെ അറിയാം അതൊരു ആർട്ട് ഫോം ആണെന്ന്. കണ്ടോ അവരെ രൂപം കണ്ടോ നിൽക്കുന്നത്? റിയാസല്ലോ പറഞ്ഞത്? റിയാസല്ല പറഞ്ഞത്, ഓക്കെ, വേറെ സുഹൃത്താണ്. ഒരു കോറിയോഗ്രാഫി ചെയ്തൊരു രൂപം സംഭവം, ആ കളറ്, ആ വസ്ത്രധാരണം, പിന്നെ കന്നഡയിൽ തന്നെ ഉണ്ടൊരു ചാതിരി. റിയാസ് ശ്രദ്ധിച്ചിട്ടില്ലേ അത് കന്നഡ? എന്താ അതിൻ്റെ രഹസ്യം? ഈ കന്നഡയുടെ ഒരു സ്ക്വയറും ഒരു റൗണ്ടുമാണ്. സിഗ്നിഫൈ സംതിങ്? എന്തെങ്കിലും തരത്തിലൊരു അർത്ഥ സംഭവം ഉണ്ടോ? എന്തെങ്കിലും മെസ്സേജ് അയക്കുന്നുണ്ടോ? മെസ്സേജ് ഇല്ല. തരത്തിലുള്ള കാഴ്ചപ്പാടുകൾ എല്ലാത്തിലും ഒരു ഡിസൈൻ, എല്ലാത്തിലും കലയുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഒരുപക്ഷെ ഞാനൊരു കാർപ്പൻ്ററുടെ മകനായിട്ട് ജനിച്ചതുകൊണ്ട് എനിക്കൊരു പക്ഷേ വാസ്തുവിലും കലയിലും ആദ്യമേ താല്പര്യമുണ്ട്.
Octavio Paz, the great Mexican writer, and also he used to be the bureaucrat. ആ സമയത്താണ് 1968 ആദ്യത്തെ ട്രിനാലെ നടക്കുന്നത്. ട്രിനാലെ ഒരു ബ്യൂറോക്രാറ്റിക് എക്സസൈസായി മാറുകയും പരാജയപ്പെടുകയും മീൻസ് കുറേ ട്രിനാലകൾ കണ്ടിട്ടുണ്ട്. അതിൽ 2 ട്രിനാല മാത്രമാണ് ഞാൻ പഠിക്കുന്ന കാലത്ത് ഒറിജിനൽ വർക്കുകൾ വിവിധ രാജ്യങ്ങളിലുള്ള കലാകാരന്മാരുടെ വർക്കുകൾ കാണുവാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടായിട്ടുള്ളത്. നമ്മൾ മുംബൈയിൽ പഠിക്കുന്ന സമയത്താണ് ട്രെയിൻ പിടിച്ചൊക്കെ മറ്റുള്ള സുഹൃത്തുക്കളോട് ഒരുമിച്ച് പോയി അത് കാണുന്നത്. 2005 വളരെയധികം കലാകാരന്മാർ 300ഓളം ആൾക്കാർ ഡെലിഗേറ്റ്സിൻ്റെ മീറ്റിങ്ങുകൾ 3 ദിവസം നടന്ന ചർച്ചകൾ കൊണ്ടും അതിനുശേഷം അവർക്ക് they wanted to make a Biennale in Delhi. Unfortunately 3 കോടി രൂപ പോലും അന്നത്തെ ഗവൺമെൻറ് അവർക്ക് കൊടുക്കാൻ തയ്യാറായിരുന്നില്ല. ചിത്ര പ്രദർശനത്തിന് 3 കോടി രൂപയോ എന്നുള്ള ചോദ്യങ്ങൾ. അത് വിവാൻ സുന്ദരം, ഗീത കപൂർ, രൺബീർ കലേക്ക ഇങ്ങനെയുള്ള മഹാന്മാരായിട്ടുള്ള ചിന്തകരും കലാകാരന്മാരും എല്ലാവരും ഒത്തുചേർന്നിട്ട് ശ്രമിച്ചൊരു കാര്യമാണ്. പരാജയപ്പെട്ടൊരു കാര്യം. വി ആർ പ്രൗഡ്. റിയാസ്, എങ്ങനെ ഈ ഐഡിയയിലേക്ക് എത്തി? ഇതിൻ്റെ ഏറ്റവും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മൾ ഈ ഇതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ് നമ്മൾ സംസാരിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കേരളത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഹിസ്റ്ററിയിൽ പല രീതികളിലും ഈ വളരെ ഒരു ഇൻ്റലക്ച്വൽ എൻഗേജ്മെൻറ്റ് പോസിബിൾ ആണെന്ന് ധരിച്ച് അല്ലെങ്കിൽ കലാപ്രവർത്തനത്തിൻ്റെ പുതിയ മേഖലകളെ വീണ്ടും ഒരു സോഷ്യൽ റിനൈസൻസിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ള ധാരണയുള്ള ആളുകൾ ജീവിച്ചിരിക്കുന്ന സ്ഥലം തന്നെയാണ് കേരളം എന്ന് പറയുന്നത്. അപ്പോൾ കേരളം എന്നൊരു ക്യാൻവാസ് ആയിട്ടാണ് നിങ്ങൾ എടുത്തത്? അല്ല, അങ്ങനെയല്ല. ഞാൻ അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് പറയുകയാണ്. ഇപ്പോൾ നമ്മൾ ഒരു ആർട്ടിസ്റ്റിൻ്റെ ഒരു ഓട്ടോണമിയെ പ്രൊട്ടക്റ്റ് ചെയ്തിരുന്ന അതുപോലെ തന്നെ ഒരു കലയിലൂടെയുള്ള മറ്റു പല രാഷ്ട്രീയ സാമൂഹിക സാധ്യതകൾ മനസ്സിലാക്കിയിരുന്ന ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഒരു കമ്മ്യൂണിസ്റ്റ് ചിന്തകൻ എന്ന് പറയുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ഒരു PC ജോഷിയാണ്. അപ്പോൾ അദ്ദേഹം ഒരു സമയത്ത് ഒരു കലാകാരന്മാരെ ഒരു സാമൂഹിക ഇടപെടലിന് വേണ്ടിയിട്ട് പല രീതികളിലുള്ള, പ്രത്യേകിച്ച് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായാലും മറ്റു പല മേഖലകളിലും അദ്ദേഹം ഒരു കലാകാരൻ്റെ ഒരു സ്വത്വം ഒരു ദേശീയ നിർമ്മാണത്തിന് ഉപയോഗിക്കാൻ പറ്റുമെന്നും അതുപോലെ മറ്റു രീതികളിലുള്ള ഇടപെടലുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ള അതിൻ്റെ ഭാഗമായിട്ട് നിപ്റ്റ മൂവ്മെൻറ്റുകളും സംഭവങ്ങളൊക്കെ നടക്കുന്നത്.